അങ്ങനെ ഇന്നത്തെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഹാമ്പറായിട്ടോ നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് കൊറിയർ അയക്കാനുള്ളായിരുന്നു, വൈക്കത്തേക്കായിരുന്നു. നമ്മുടെ മൂന്നാമത്തെ കൊറിയർ പാക്കിംഗ് ആണ് ഇപ്പോൾ നടന്നിട്ടിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് പോൾറേറ്റ്സും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും ഒരു മിനി ഫ്രെയിമും ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബർത്ത്ഡേ വിഷ് ചെയ്തിട്ടുള്ള ഒരു കാർഡും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് റാപ്പ് ചെയ്തത് മിനി ഫ്രെയിം അത്യാവശ്യം നമ്മൾ സെല്ലോ ടേപ്പ് അതുപോലെ ഒരു പേപ്പർ എടുത്ത് ഒന്നുകൂടി റാപ്പ് ചെയ്തു. കാരണം അവിടെ സേഫായിട്ട് എത്തണമല്ലോ. നമുക്കിനി ഒന്നുകൂടി ഇത് പൊതിയണം. കാരണം ഓൾറെഡി ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കവർ ചെയ്തിട്ട് തന്നെ നമുക്കിത് കൊറിയർ അയക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും ഇതിനകത്ത് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇരിക്കേണ്ട ഉത്തരവാദിത്തം. അങ്ങനെ ഫൈനൽ പാക്കിങ് കഴിഞ്ഞു. അവരുടെ അഡ്രസ്സും കൂടി എഴുതി എല്ലാം സെറ്റാക്കി. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടായിരുന്നു ഇത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് പോയത്. എന്നും കൊടുക്കുന്ന പോസ്റ്റ് ഓഫീസിൽ നിന്നല്ലായിരുന്നു, അവിടെ 1 മണി വരെ ടൈം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് വേറെ ഒരു പോസ്റ്റ് ഓഫീസിലേക്കാണ് നമ്മളിത് കൊടുക്കാനായിട്ട് പോയത്. ഇതൊന്നുകൂടി ഇന്ന് റാപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ടേപ്പ് മേടിച്ചത് ഒന്നുകൂടി റാപ്പ് ചെയ്തു. കാരണം നമ്മൾ അവിടം വരെ എത്തുന്നതുകൊണ്ട് അതിൻ്റെ സേഫ്റ്റി നമ്മളത് നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ വൈക്കത്തേക്കുള്ള കൊറിയർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഓക്കെ, ബൈ.